ഞാൻ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയിലെ ചില പ്രതിപക്ഷ പാർട്ടികളൊക്കെ ചേർന്ന് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് 28 പാർട്ടികളാണ്. ഇവരെങ്ങനെ മുന്നോട്ട് പോകും? ഇലക്ഷന് വേണ്ടിയുള്ള ഒരു തരികിടയും പരിപാടിയും മാത്രം. കാരണം ഇവരുടെ പോളിസികൾ വളരെ വ്യത്യാസമാണ്. കാരണം എന്ത് പോളിസി, ഒരു ജനക്കൂട്ടം അതിനകത്ത് പല പാർട്ടികൾ ചേർന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. അപ്പം അതുതന്നെയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ് 1 മാസം പോലും കഴിഞ്ഞില്ല, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉടക്കായി. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് സെപ്പറേറ്റ് പത്രസമ്മേളനം വിളിച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അവരിനി ഒരേ രീതിയിലല്ല പോകുന്ന, വ്യത്യസ്ത പാർട്ടികളായിട്ട് പോകുന്നു, വ്യത്യസ്ത പാർട്ടികളായിട്ട് മത്സരിക്കുന്നു. അതായത് പഴയ രീതിയിൽ പോകുന്നു. അവരുമായിട്ട് ഇന്ത്യ മുന്നണിയായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും, ഈ 2 പാർട്ടിക്കും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. അതായത് ഇന്ത്യ മുന്നണി വേറെ, ആം ആദ്മി പാർട്ടി വേറെ, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയായിട്ട് ബന്ധമില്ല. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഈ പാർട്ടിക്കകത്തെ പല പാർട്ടികളുടെ സ്ഥിതി ഇത് തന്നെയാകും. എന്താണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും പറയുന്നത്? വരാൻ പോകുന്ന ഡൽഹി ഇലക്ഷനിലും, അത് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നല്ല, പക്ഷേ വലിയ താമസമൊന്നുമില്ല, ഹരിയാന ഇലക്ഷൻ അത് വരാൻ പോവുകയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വേറെ വേറെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ 2 പാർട്ടിയും കൂടെ ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിച്ചിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുഴുവൻ സീറ്റും BJP കൊണ്ട് ഇവർക്ക് ഈ വോട്ടിൻ്റെ ഷെയറിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായിട്ടറിയാം, കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ചേർന്ന് അവർ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ അവർക്കാണ് ക്ഷീണമുണ്ടാകുന്നത്, കോൺഗ്രസ്സിന് ക്ഷീണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് അവർക്കും അറിയാം. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിലാവുകയാണെങ്കിൽ അവിടെ ക്ഷീണമുണ്ടാക്കാൻ പോകുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു പുല്ലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പഞ്ചാബിൽ നേരെ തിരിച്ചാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാകാൻ പോകുന്ന ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമാണ്. കാരണം രണ്ടും ഏതാണ്ട് ഒരേ ശൈലിയിൽ ഒരേ സ്ട്രെങ്തിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം പഞ്ചാബിലെ പല ഡെവലപ്മെൻറ്റ്, അത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് പഞ്ചാബിൽ. അതാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കണ്ട് കോൺഗ്രസ് അവിടെ ഗെയിൻ ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞത്, ഇവരൊന്നും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരെയാണ് സമരം ചെയ്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്നത്. ഇനി അടുത്തത് ഗുജറാത്തിൽ ഇവർ വലിയ സംഭവങ്ങളൊക്കെ പറയും, ഒരു പുല്ലും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ അവർക്ക് കോൺഗ്രസിനാണ് അൾട്ടിമേറ്റ് ലൂസ് ഉണ്ടായേക്കുന്നത്, ആം ആദ്മി പാർട്ടിയെ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി മഹാരാഷ്ട്രയിലെ കഥകൾ വളരെ രസകരമായിട്ടാണ് പോകുന്നത്. അതായത് അവിടുത്തെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ കൂടെയുള്ള പല ശിവസേനക്കാർ, പഴയ ശിവസേന ഉദ്ധവ് താക്കറെയുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് തിരിച്ച് ഉദ്ധവ് താക്കറെയുടെ കൂടെ പോകണം. ഇതാണ് അവരുടെ ഒരു ഡിമാൻഡ്. അതായത് അവർക്ക് പലർക്കും അറിയാം അടുത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ, അതായത് നിയമസഭാ ഇലക്ഷന് മുമ്പ് ഇന്ത്യയിലൊരു മാറ്റം, ശരിയായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം പലയിടത്തും സംഭവിക്കുന്ന പല പണ്ഡിതന്മാരും, ഇലക്ഷൻ പണ്ഡിതന്മാരും പൊളിറ്റിക്കൽ കമൻറ്റേറ്ററും പറഞ്ഞ് ഏതാണ്ട് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഉദ്ധവ് താക്കറെയുടെ കൂടെ തിരിച്ചു പോകണം. കാരണം ഈ പറയുന്ന പലയിടത്തും അസംബ്ലി സെഗ്മെൻറ്റിലൊക്കെ ഉദ്ധവ് താക്കറെയുടെ കാൻഡിഡേറ്റ്സ് ആണ് അവർ. കാരണം അവിടെ പല ആൾക്കാരും ഈ നേതാക്കൾ ഇപ്പുറത്തെ ഷിൻഡെയുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 2ാം നിരയിലുള്ളവർ 1ാം നിരയിലോട്ട് വരികയും അവർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നല്ലപോലെ പെർഫോം ചെയ്യുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇനി അവിടെ സീറ്റിൽ ജയിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നലുണ്ടായി. മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടി അവിടെ ഇല്ലാതായി. അതാണ് ഒറ്റ വാക്കിലാണ് കോൺഗ്രസ് പാർട്ടി മഹാരാഷ്ട്രയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുണ്ട്, ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടി എന്നാ പൊളിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ BJP ഉണ്ട്, ശരത് പവാറിൻ്റെ പാർട്ടിയുണ്ട്. ഈ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് പോലും അവിടെ ഈ പറയുന്ന ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അജിത് പവാറിൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ശരത് പവാറിൻ്റെ കൂട്ടത്തിൽ പോകാൻ താല്പര്യമുണ്ട്. അതായത് മഹാരാഷ്ട്ര രാഷ്ട്രീയം വല്ലാത്ത രീതിയിലോട്ടാണ് പോകുക. കാരണം
മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മഹാരാഷ്ട്ര രാഷ്ട്രീയം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്, നാളെ കാണുന്നതല്ല അടുത്ത ആഴ്ച കാണുന്നത്. ആ രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംഭവങ്ങളാകെ ഇതെല്ലാം നമ്മൾ പറയുന്നതും പ്രതീക്ഷിക്കുന്നതും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അപ്പുറത്തോട്ടാണ് ഇത് പോകുന്നത്. പിന്നീടൊരു സംസാരം ഉണ്ടായേക്കുന്നത് ഉദ്ധവ് താക്കറെയും BJPയുമായിട്ട് ഒരുമിക്കാനുള്ള സാധ്യത കാണുന്നു. കാരണം BJPയുമായിട്ടൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്, ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനകത്ത് BJP താല്പര്യം കാണിച്ചേക്കുന്നത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആകട്ടെ, BJPക്ക് അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള താല്പര്യമില്ല. അങ്ങനെയുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഉദ്ധവിന് വളരെ കൃത്യമാണ്, മഹാരാഷ്ട്ര ശിവസേന ഭരിക്കുന്നു, ശിവസേന പിന്തുണയ്ക്കുന്ന പാർട്ടി അതായത് മോദി BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു. ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ്, ഈ പറയുന്ന 28 ബ്ലോക്കുള്ള ഈ പാർട്ടിക്കകത്ത് എത്ര ശതമാനം, അതായത് എത്ര പാർട്ടികൾ ഈ 5 വർഷം 2 വർഷം 3 വർഷം എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യമാണ് ഓരോന്നിനും ഉത്തരം കൊടുക്കുക. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു മാസമായില്ല, എവിടുന്ന് എങ്ങോട്ടാണ് ഈ ഒപ്പോസിഷൻ ബ്ലോക്കുകൾ പോകുന്നത്? അതാണ് ഏറ്റവും തമാശയായിട്ട് കാണുക. അപ്പം അതിനിടയ്ക്ക് ലാലു പ്രസാദ് യാദവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഡിസംബറിൽ മോദി മന്ത്രിസഭ തകരും, അതേപോലെ ഇലക്ഷന് വേണ്ടി തയ്യാറായിട്ടിരിക്കണം. ഇതാണ് ഇവിടുത്തെ അടുത്ത പ്രശ്നം. കാരണം എങ്ങനെയെങ്കിലും ഒരു സോളിഡായിട്ടുള്ള മന്ത്രിസഭ തകർക്കുക, പിന്നീട് ഇലക്ഷൻ വരിക, അതിനകത്ത് ഗെയിമുകൾ. അതിൻ്റെ അകത്ത് BJP മോശമല്ല, കോൺഗ്രസും മോശമല്ല, ആരും മോശമല്ല. കാരണം BJP നേരത്തെ കാണിച്ച ആ പരിപാടികൾ ഇനിയും പ്രതിപക്ഷ പാർട്ടികളും കൂടെ കാണിക്കാൻ തുടങ്ങും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രശ്നമുണ്ടായേക്കുന്നത്, ഉദ്ധവിൻ്റെ പ്രശ്നമുണ്ടാകുന്നു. ഇത് തുടക്കം മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ, മന്ത്രിസഭ രൂപീകരിച്ച് 1 വർഷം കഴിയുമ്പോൾ എത്ര നാൾ ഈ പറയുന്ന ഒപ്പോസിഷൻ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ്റെ അകത്തെ റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്.